നമസ്കാരം. ചില സന്ദർഭങ്ങളിൽ നമ്മൾ അറിയാതെ പ്രതികരിച്ചു പോകും. ആ പ്രതികരിക്കുന്ന സമയത്ത് നമ്മുടെ എതിർഭാഗത്ത് നിൽക്കുന്നത് ആരാണെന്നോ അവർ എത്ര പേരുണ്ടെന്നോ അവരുടെ പദവിയെക്കുറിച്ചോ ഒന്നും നമ്മൾ ആലോചിക്കാറില്ല. പ്രത്യേകിച്ചും എന്തെങ്കിലും അനീതി കാണുമ്പോഴാണ് ഇത്തരത്തിൽ പലരും പ്രതികരിക്കുന്നത്. അവർക്ക് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമായിരിക്കാം, പക്ഷേ അനീതി കാണുമ്പോൾ പ്രതികരിച്ചു പോകും. അത് വലിയ ഒരു കാര്യമാണ്, വളരെ നല്ലൊരു കാര്യമാണ്. പലപ്പോഴും പലരും തങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി നേതാക്കന്മാരെ അന്ധമായി ന്യായീകരിച്ചുകൊണ്ട് എന്തിനേയും ന്യായീകരിക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ചിലരെങ്കിലും ഈ സമൂഹത്തിൽ അത്തരക്കാരല്ല എന്ന് തെളിയിക്കുന്ന ഒരു സംഭവം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരത്തിലുണ്ടായി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർക്കെതിരെ ഈ അടുത്ത കാലത്തായി കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണത്രേ. അദ്ദേഹത്തെ നിരന്തരം അവഹേളിക്കുന്നു, അദ്ദേഹത്തെ പരിഹസിക്കുന്നു. ഇതൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇത്തരം പരിഹാസങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൽ പ്രതിഷേധിച്ച് നായർ സർവീസ് സംഘടനാ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നടത്തിയിരുന്നു. വൈകുന്നേരമാണ് ഈ പ്രതിഷേധം നടത്തിയത്. ഒന്ന് ഓർത്തു നോക്കണം, വൈകുന്നേരം സമയങ്ങളിൽ പ്രത്യേകിച്ച് ഈ 4 മണി കഴിഞ്ഞാൽ ഏകദേശം ഒരു 7 മണി വരെ തിരുവനന്തപുരം നഗരത്തിലെന്നല്ല മിക്കവാറുമുള്ള എല്ലാ നഗരങ്ങളിലും വാഹനത്തിരക്കും ജനത്തിരക്കുമൊക്കെ ആയിരിക്കും. അതായത് ഓഫീസിലും പോകുന്നവരും കോളേജിലും സ്കൂളിലുമൊക്കെ പോകുന്നവരും ഒക്കെ അവരൊക്കെ വീടുകളിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു തത്രപ്പാടിലായിരിക്കും. ബസ് പിടിക്കാനുള്ള ഓട്ടം, ട്രെയിൻ പിടിക്കാനുള്ള ഓട്ടം, ദൂരസ്ഥലങ്ങളിലേക്ക് പോകേണ്ടവർ, വാഹനങ്ങളിൽ വരുന്നവർ വീട്ടിലേക്ക് എത്താനുള്ള ഓട്ടം, ഇതൊക്കെയാണ് നമുക്ക് ഈ വൈകുന്നേര സമയത്തെ ഒരു തിരക്കിൻ്റെ കാരണം. തിരുവനന്തപുരം നഗരത്തിലും ഇതുപോലെയാണ് തിരക്ക്. ഈ സമയത്ത് വലിയ തിരക്കാണ്. പക്ഷേ ഈ റോഡ് അടച്ചു കെട്ടിക്കൊണ്ടാണ്, റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് NSS പ്രവർത്തകർ ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇത് എറണാകുളത്ത് നിന്ന് വന്ന ഒരു പെൺകുട്ടി അതുവഴി കടന്നു പോയപ്പോൾ അവൾക്ക് അപ്പുറത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല. അവൾ ശക്തമായി പ്രതികരിച്ചു. പിന്നീടാണ് അറിഞ്ഞത് ഈ കുട്ടി എറണാകുളം സ്വദേശിനിയാണ്. എന്തോ കാര്യത്തിന് തിരുവനന്തപുരത്ത് വന്നിട്ട് അവൾ എറണാകുളത്തേക്ക് വണ്ടി പിടിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു. ആ കുട്ടി ചോദിച്ച ചോദ്യങ്ങൾ ഈ പ്രതിഷേധിച്ചവരുടെ ചെവിക്കല്ലിൽ അടിക്കുന്നത് പോലെയുള്ളതായിരുന്നു. വിവരമുള്ള ആരെങ്കിലും ഇത് ചെയ്യുമോ എന്നാണ് ആ കുട്ടി ചോദിച്ചത്. തീർച്ചയായും ശരിയാണ്, വിവരമുള്ള ആരെങ്കിലും ഇത് ചെയ്യുമോ? ഹൈക്കോടതി പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്, പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഹനിച്ചുകൊണ്ട് റോഡോ പൊതു ഇടങ്ങളോ അല്ലെങ്കിൽ നടപ്പാതകളോ കയ്യേറി ജാഥകളോ പ്രകടനങ്ങളോ ഒന്നും നടത്താൻ പാടില്ല എന്ന്. പക്ഷേ അതൊക്കെ ഇപ്പോഴും പതിവായി നടത്തുകയാണ്. തിരുവനന്തപുരത്ത് രാജ്ഭവന്റെ മുന്നിലൊക്കെ കഴിഞ്ഞ ആഴ്ച പോലും പ്രവൃത്തി ദിവസം ഇത്തരത്തിൽ റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഏതോ ഒരു പാർട്ടി സമരം നടത്തുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു കോൺഗ്രസ് ആണെന്ന് തോന്നുന്നു. ഇത്തരം സമരങ്ങൾ നടത്തുന്നതിൽ ഒരാൾ മാത്രമല്ല, എല്ലാവരുമുണ്ട്. അതായത് ഇടതുപക്ഷമുണ്ട്, വലതുപക്ഷമുണ്ട്, BJP ഉണ്ട്, മതേതര മതപാർട്ടികളുണ്ട്, ഇവരെല്ലാവരും ഉണ്ട്. ഇനി ഇതൊന്നും കൂടാതെയാണ് സമുദായ സംഘടനകൾ. SNDP-കാർ നടത്തും, NSS-കാർ നടത്തും, KPMS-കാർ നടത്തും, ലീഗുകാർ നടത്തും, ഇവരെല്ലാവരും നടത്തും. ഇതിലെല്ലാം വലയുന്നത് ആരാണ്? സാധാരണക്കാരായ ജനങ്ങളാണ്. അവിടെയാണ് ഇന്നലെ ആ കുട്ടി ആർജവത്തോടു കൂടി പ്രതികരിച്ചത്. യഥാർത്ഥത്തിൽ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഇത്തരത്തിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് പോലും ലംഘിച്ചുകൊണ്ട് പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കിക്കൊണ്ട് ഈ റോഡ് ബ്ലോക്ക് ചെയ്ത് ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ, തന്തയില്ലായ്മ തരങ്ങൾ കാണിക്കുമ്പോൾ ഇതിനാഹ്വാനം ചെയ്യുന്നവരെ, ഇതിൻ്റെ മുമ്പിൽ മയക്കം വെച്ച് നിന്ന് പ്രസംഗിക്കുന്നവരെ പിടിച്ചകത്താക്കാനുള്ള ഒരു നിയമം ഇവിടെ വരണം. അതിന് ആർജവമുള്ള ഒരു ഭരണകൂടവും പോലീസും ഇവിടെ ഉണ്ടാകണം. ഇവന്മാരെ പിടിച്ച് ഒരു 2 ആഴ്ച റിമാൻഡ് ചെയ്താൽ തീരാവുന്ന ഒരു ചൊറിച്ചിലെ ഇവന്മാർക്കൊക്കെ ഉള്ളൂ. ഞാൻ പറയുന്നത് ഒരാളെ മാത്രമല്ല. ഇപ്പോൾ NSS-ന്റെ കാര്യം വന്ന് ഈ പെൺകുട്ടി പ്രതികരിച്ചത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയ പാർട്ടിക്കാരോ മതസംഘടനകളോ ആരും മോശക്കാരല്ല. ഒരു വ്യക്തി ഇത്തരത്തിൽ സമരം നടത്താൻ കഴിയില്ലല്ലോ, ഒരു വ്യക്തിക്കോ ഒരു കുടുംബത്തിനോ സമരം നടത്താൻ കഴിയില്ലല്ലോ. ഇത്തരത്തിൽ ഈ സംഘടനകൾക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ മാത്രമാണ് കഴിയുന്നത്. ഇവിടെ രാജാവ് പൊതുജനമാണ്. ഞാനും നിങ്ങളും ഉൾപ്പെട്ട പൊതുജനങ്ങളാണ്. നമ്മളൊക്കെ പലപ്പോഴും പല പാർട്ടിയുടെയും സമുദായ സംഘടനകളുടെയും ഒക്കെ ഭാഗമായിരിക്കാം. പക്ഷെ അങ്ങനെ ഭാഗമായിരിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്, ഓരോ മനുഷ്യർക്കും അവരുടേതായ ജീവിതമുണ്ട്, അവരുടേതായ തിരക്കുകളുണ്ട്, അവരുടേതായ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പലരും പല ആവശ്യങ്ങൾക്കായി, ഒരുപക്ഷെ തിരുവനന്തപുരത്തൊക്കെ ഈ മെഡിക്കൽ കോളേജ് ഉള്ളത് കൊണ്ടൊക്കെ പല ഭാഗങ്ങളിൽ നിന്നും, തിരുവനന്തപുരം നഗരം വിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ ആംബുലൻസുകളും മറ്റും എപ്പോഴും വരുന്നതാണ്. ഇനി ആംബുലൻസുകൾ അല്ലെങ്കിൽ പോലും ഗുരുതരാവസ്ഥയിലുള്ള രോഗികളൊക്കെ വരേണ്ട ഈ മെഡിക്കൽ കോളേജിലേക്കും മറ്റും കാറുകളിലും മറ്റും അവരെ കൊണ്ടുപോകേണ്ടതുണ്ട്. എയർപോർട്ടിലേക്ക് പോകുന്നവരുണ്ട്, റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നവരുണ്ട്. ഈ എല്ലാവർക്കും സ്വകാര്യ വാഹനങ്ങളില്ലല്ലോ. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഉൾപ്രദേശങ്ങളിലുള്ളവരൊക്കെ ബസ്സുകളിൽ വന്ന് അവർക്ക് ബസ്സുകളിൽ തിരിച്ച് മടങ്ങിപ്പോകേണ്ടതുണ്ട്. ഇതൊന്നും കണക്കാക്കാതെയാണ് കുറേ എണ്ണം കൊടിയും പിടിച്ചുകൊണ്ട്, അതൊരു പലവർണ്ണ കൊടി, കാവിക്കൊടിയാകട്ടെ, ചുവന്ന കൊടിയാകട്ടെ, മൂവർണ്ണ കൊടിയാകട്ടെ, മഞ്ഞക്കൊടിയാകട്ടെ, എന്ത് കൊടിയോ ആകട്ടെ, ഈ കൊടിയും പിടിച്ചു കൊണ്ടുവന്ന് റോഡിൽ ഇതുപോലെ ഇരിക്കുകയാണ്.
അപ്പോൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു. ഇതൊന്നും കോടതികളും കണ്ടില്ല എന്ന് നടിക്കുന്നു. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഏതെങ്കിലും ഒരു മതസംഘടനയുടെയോ ഭാഗമായാൽ എന്നെ ഒരു ചുക്കും ഇവിടുത്തെ കോടതി എന്നല്ല, ഇവിടെ ആരും ഒന്നും ചെയ്യില്ല എന്നുള്ള ഇവന്മാരുടെ ധാർഷ്ട്യമാണ് ഇതിനൊക്കെ ഇവരെ പ്രേരിപ്പിക്കുന്നത്. എന്തായാലും ആ പെൺകുട്ടിയുടെ പേരെനിക്കറിയില്ല, ആ ദൃശ്യങ്ങൾ കണ്ടു. യഥാർത്ഥത്തിൽ ഇതുപോലെയാണ് പ്രതികരിക്കേണ്ടത്. പ്രത്യേകിച്ച് യുവതലമുറ. സമൂഹം പ്രതികരിക്കില്ല. കാരണം ഒരു വിധത്തിൽ പ്രായം കഴിഞ്ഞു പോയവരൊക്കെ അവരൊക്കെ എങ്ങനെയെങ്കിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തത്രപ്പാടിലായിരിക്കും. പക്ഷേ ഇനിയൊരു പ്രതീക്ഷ പുതിയ തലമുറയിലാണ്. രാഷ്ട്രീയാന്ധത ബാധിക്കാത്ത ഒരു തലമുറയിലാണ്. ആ പെൺകുട്ടിയുടെ സ്ഥാനത്ത് ഒരുപക്ഷെ ഒരു ആൺകുട്ടിയായിരുന്നുവെങ്കിൽ ഈ പറയുന്ന പ്രതിഷേധക്കാർ അവനെ കയറി പഞ്ഞി കിട്ടേനെ. എന്തായാലും അതൊരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ആരാണെന്നറിയില്ല. എന്തായാലും ആ പെൺകുട്ടിയെ പോലെയുള്ള ആൾക്കാർ ഇനിയും ഇവിടെ ഉണ്ടാകണം. ഉണ്ടായാൽ മാത്രമേ ഇത്തരത്തിൽ ഉള്ള ഒരു തെമ്മാടിത്തരങ്ങൾക്ക് ഒരു അറുതി ഉണ്ടാകും. അല്ലാതെ ഞാനിപ്പോൾ എന്തെങ്കിലും ഞാനൊരു രാഷ്ട്രീയ നേതാവാണ്, ഞാനൊരു സംഘടനാ നേതാവാണ്, എനിക്ക് എന്ത് കോപ്പും ചെയ്യാം എന്ന് പറയുന്നത് പോലെ അതൊന്നും നടപ്പുള്ള കാര്യമല്ല. ഇപ്പോൾ കണ്ടല്ലോ, ഈ പിണറായി വിജയൻ്റെ വീട് റെയ്ഡ് ചെയ്യാനെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 10-40 ദിവസങ്ങളായി 24 പേർ ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. ഇതൊക്കെ ഒരു പാഠമാകണം. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇതൊക്കെ മറക്കും. ആദ്യം ഈ 26 പേരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച സമയത്ത് അന്തം കമ്മികളൊക്കെ ഒന്ന് ഒതുങ്ങിയതാണ്. പക്ഷേ ഈ 2-3 ദിവസം കഴിഞ്ഞാൽ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ ഇവരെയൊക്കെ മറന്നു വീണ്ടും ഏതിനും ഈ DYFIക്കാരൊക്കെ ഇത്തരത്തിൽ പ്രതിഷേധവുമായി ഇറങ്ങുകയാണ്. ഇന്നലെ കാസർഗോഡ് ഏതോ ഒരു കുട്ടി മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം നടത്തുകയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ. എവിടെയെങ്കിലും ഒരു പട്ടി പ്രസവിച്ചു, അതെന്തുകൊണ്ട് ആ പട്ടി പ്രസവിച്ചു, ആ പട്ടി ഗർഭിണിയാകാൻ ആരാണ് ഉത്തരവാദി, ആ പട്ടി അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരിക്കും ഇവർ സമരം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വന്നത് മറ്റ് സംഘടനകളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്തായി ഈ DYFI എന്തിനും ഏതിനും സമരം ചെയ്യുകയാണ്. അത് ഒരുപാട് പേര് വലയ്ക്കുന്നുണ്ട്. പോലീസുകാരുടെ അവരുടെ കാര്യവും വലിയ കഷ്ടത്തിലാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ പട്ടി പെറ്റാൽ പോലും അതിന് ഉത്തരവാദികളെ കണ്ടെത്തണം, അവരെ ശിക്ഷിക്കണം, അവർക്ക് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞ് സമരത്തിന് ഇറങ്ങുന്നവന്മാരെ പിന്നെ നമ്മൾ എന്താണ് പറയേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തായാലും ഈ പെൺകുട്ടി കാണിച്ച ആർജവം ഇനിയും നിരവധി പേരിലേക്ക് കത്തിപ്പടരട്ടെ. ഇനി ഇതുപോലെയുള്ള ഈ റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള ഇത്തരം തെമ്മാടിത്തരങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. കാരണം ഇത് സഞ്ചാര സ്വാതന്ത്ര്യം ഏതൊരു പൗരനും അവകാശമുള്ളതാണ്. അത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ ഒരു മതസംഘടനയ്ക്കോ വേണ്ടിയുള്ളതല്ല ഈ റോഡുകളും നിരത്തുകളും എന്ന് ബന്ധപ്പെട്ടവർ മനസ്സിലാക്കണം. എന്ന് മാത്രമല്ല, ഇതിനാഹ്വാനം ചെയ്യുന്നവരെ പിടിച്ച് 2 ആഴ്ച റിമാൻഡ് ചെയ്യാനുള്ള ഒരു നിയമനിർമ്മാണം കൂടി ഇവിടെ ഉണ്ടായാൽ മാത്രമേ ഇത്തരം തെമ്മാടിത്തരങ്ങൾക്ക് അറുതി വരൂ.